ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഡൽഹി യമുനയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നു. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരണം 37ആയി. അനധികൃത മരം മുറിക്കലിൽ പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഡൽഹി ആശങ്കയിലാക്കി യമുന നദി കരകവിഞ്ഞൊഴുകുകയാണ്. യമുനാ തീരത്തുള്ള പല മേഖലകളും വെള്ളത്തിനടിയിലായി. ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതാണ് ഡൽഹിയിലെ പ്രളയത്തിന് കാരണം. 10,000-ലധികം പേരെ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. BJP സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിന്തുണയും ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. अब एक कुछ नहीं, सिर्फ टेंट लगा करके छोड़ दिया, कोई सुविधा नहीं, वैसे खाना वाना नहीं बन रहा है। होटल में 40 का मिल रहा है, 80 का दे रहा है, डबल चार्ज ले रहा है। जहाँ 40 का 80 मिल रहा है, क्या करेगा? ഡൽഹിക്ക് പുറമെ ഹിമാചൽ പ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. അതിനിടെ പരിസ്ഥിതി നശീകരണവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിലാണ് പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ സർക്കാരുകൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. നിയമവിരുദ്ധമായി മരങ്ങൾ മുറിച്ചത് കണ്ടെത്തിയതായി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കോടതി നിരീക്ഷിച്ചു. നിലച്ചിരിക്കാതെ എത്തിയ പ്രളയം ഡൽഹിയെ പൂർണ്ണമായും ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മതിയായ സഹായങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രധാന പരാതി. ഡൽഹിയിലെ യമുന ബസാറിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം അരവിന്ദ് PR, Media One.